കഴിഞ്ഞ ദിവസം നമ്മൾ IMG വേൾഡിൽ ടിക്കറ്റ് പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ എങ്ങനെ കിട്ടി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 1-2 പേര് സ്റ്റിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഇന്ന് ഇതിൽ പറയുന്നത് നമ്മൾ ബേബീസിനെ വെച്ചിട്ട് IMG വേൾഡിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ബേബീസിനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പാരൻസ് ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്ക റൈഡ്സിലും അവരേനെയും കൊണ്ടുപോകാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. 1 മീറ്റർ ആൻഡ് ബിലോ ഹൈറ്റുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറേ റൈഡ്സൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് അവർക്ക് ഡ്യൂ ടു സം സേഫ്റ്റി ഇഷ്യൂസ് കാരണം. അപ്പോൾ നമുക്ക് പാരൻസ് ഒപ്പം ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് അങ്ങനെയുള്ള ചില റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല. ചിലപ്പോൾ സൗണ്ട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലതിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇവർക്ക് ഓക്കെ ആയിട്ടുള്ളതല്ല. ഇതിൽ അവർക്ക് കയറാൻ പറ്റിയത് ബെൻ 10ൻ്റെ ഒരു 3D സ്ക്രീൻ ഉണ്ട്, അതിൽ അവർക്ക് ഓക്കെയാണ്. പിന്നെ അതേപോലെ കേബിൾ കാർ ഉണ്ട് ഒരെണ്ണം, പിന്നെ ലേസി ടൗൺ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇതേപോലെ വളരെ കുറച്ച് റൈഡ്സ് മാത്രമാണ് കേട്ടോ അവർക്ക് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ കയറാൻ. അല്ലാതെ നമുക്ക് പാരൻസ് ഒപ്പം ഉണ്ടെങ്കിൽ കൂടിയും അവരെ അക്കമ്പനി ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചില റൈഡ്സിലൊക്കെ നമ്മൾ കയറിയിട്ട് അയ്യോ ഇവരെ കൊണ്ടുവരായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിൽ കൂടിയും അവരെ കയറ്റാൻ പറ്റില്ല. കുറേ എന്തൊക്കെയോ സേഫ്റ്റി ഇഷ്യൂസാണ് അവർ പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ 50% അബവ് ഡിസ്കൗണ്ട് കിട്ടിയെന്നുള്ളത് ഫസ കാർഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നോർമൽ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 365 dirhams ആണ്. നമുക്കത് 135 dirhamsനാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 230 dirhams നമുക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലാസ്റ്റ് ഈദിന് ഈ ഒരു ഫസ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് എല്ലാവർക്കും വന്ന ടൈമിലാണ് ഞങ്ങളും അതിലൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്.